ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓഫീസ് അറ്റൻഡറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ എനിക്ക് തോന്നുന്നു 20ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് അല്ലെ ഡിസ്കസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കിയേ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമേതാ? ഇത് പലപ്പോഴും PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പം ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യ വിൻസ് ഫ്രീഡം, ട്രെയിൻ ടു പാകിസ്ഥാൻ, വിങ്സ് ഓഫ് എയർ. മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് ആൻസർ അറിയാനായിട്ട് പറ്റും. കാരണം ഒത്തിരിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ PSC ഇത് ചോദിച്ചിട്ടുള്ളതാണ്. PSCയുടെ ബിഗിനർ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റാതെ പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകമാണ് ആരുടേത്? ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പുസ്തകവും ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് VP മേനോൻ. എഴുതി വെച്ചോളൂ, VP മേനോൻ. VP മേനോന്റെ പുസ്തകമാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ്, ട്രെയിൻ ടു പാകിസ്ഥാൻ, ഖുഷ്വന്ത് സിംഗ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുഷ്വന്ത് സിംഗിന്റെ നോവലാണ്. വിങ്സ് ഓഫ് ഫയർ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെയാണ് ഏതെന്ന് പറയുന്ന വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന നോവല് അല്ലെ. അപ്പൊ ഓർത്ത് വെക്കുക, ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് ചോദിക്കാതെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് ആരാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നിർദ്ദേശക തത്വത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്നത് നിർദ്ദേശക തത്വത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അടുത്തത് എന്താണ്? ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനെ കോടതിയെ സമീപിക്കാവുന്നതാണ്. നമുക്കൊരിക്കലും ആ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇതിൽ ഉണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. അതെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരം നോക്കൂ. 1, 3, 4 ശരി. ഓപ്ഷൻ A എല്ലാം ശരിയാണ്. ഓപ്ഷൻ B 2 മാത്രം. ഓപ്ഷൻ C 2, 4 മാത്രം. ഓപ്ഷൻ D 1, 3, 4. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അന്നും പ്രസ്താവനയിട്ടാണ് ചോദിച്ചത്, അതുകൊണ്ട് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ്, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവത്കരിച്ചിട്ടുണ്ട്. ശരിയാണല്ലേ. നമുക്ക് സംസ്ഥാന തലത്തിലുണ്ട്, കേന്ദ്ര തലത്തിലുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാവും. അതും നേരായ കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കും. ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ അധികാരമില്ല. അതും ശരിയാണ്. ഓപ്ഷൻ നോക്ക്. A 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. B 2, 4 പ്രസ്താവനകൾ ശരിയാണ്. C 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. D എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തന്നിരിക്കുന്നതിൽ എല്ലാ പ്രസ്താവനകളും വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയാണ്. ഈ പ്രസ്താവന നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തോ, റിപ്പീറ്റ് ചെയ്ത് കിട്ടിയാലോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പേത്? നിങ്ങൾക്കറിയാം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ സമത്വം, നിയമമുഖേന തുല്യ സംരക്ഷണം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അടുത്ത നോക്കൂ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? ഇത് PSC ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന ഏതൊക്കെയാണെന്നുള്ളത്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതും ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓപ്ഷൻ എ 1, 2 മാത്രം. ഓപ്ഷൻ ബി 1, 3, 4. അപ്പൊ നമുക്കിനി ബാക്കി ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. ശരി ഉത്തരം ഏതൊക്കെയാണ്? 1, 3, 4. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക, ഇന്ത്യൻ ഭരണഘടന, ദേശീയ ഗാനം, സുപ്രീം കോടതി. പിംഗലി വെങ്കയ്യ എന്താണ്? ദേശീയ പതാകയ്ക്ക് രൂപം കൊടുത്താണ് അല്ലെ. അപ്പം ദേശീയ പതാക പിംഗലി വെങ്കയ്യ. നെക്സ്റ്റ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ശ്രുതി താരകം, താലോലം, സ്നേഹസാന്ത്വനം, ആശ്വാസകിരണം. ഇതിനകത്ത് താലോലവും ആശ്വാസകിരണവും നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. അപ്പം ഈ സ്നേഹസാന്ത്വനം ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇടയ്ക്ക് എവിടെയൊക്കെ. അപ്പൊ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സ്നേഹസാന്ത്വനം. പദ്ധതികളിൽ ഇത് റിപ്പീറ്റ് അടിച്ച് താലോലം, ആശ്വാസകിരണവും സ്നേഹസാന്ത്വനവും ഒക്കെ നമുക്ക് ഓപ്ഷൻ തരാറുണ്ട്, പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കണേ. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചതാണ് തെറ്റായ പ്രസ്താവന മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. അതാണ് തെറ്റായ പ്രസ്താവന അല്ലെ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. അപ്പൊ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിൽ പറയുന്നത് സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. മൂന്നാമത് തന്നിരിക്കുന്നത് മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ എ 1, 3 പ്രസ്താവനകൾ തെറ്റാണ്. ഓപ്ഷൻ ബി 1, 2, 3 പ്രസ്താവനകൾ തെറ്റാണ്. ഓപ്ഷൻ സി 2 പ്രസ്താവന 2 തെറ്റാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന 3 തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര്? എ ഷാജഹാൻ, ലോക്നാഥ് ബെഹ്റ, ഇ കെ മാഞ്ചി, സഞ്ജയ് കൌൾ. നമുക്കറിയാം 7ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ ആണ് അല്ലെ. എ ഷാജഹാൻ. നെക്സ്റ്റ്, എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് ദിവസമാണ്? ഫെബ്രുവരി 2 ആണ് നമ്മൾ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട ഈ 10 ക്വസ്റ്റിനകത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയുണ്ടായി. വിവരാവകാശ കമ്മീഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ ബുക്സ്, അത് ഞാൻ ക്ലാസ് എടുത്തു പോയ സമയത്ത് ഞാൻ പറഞ്ഞു മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബുക്സ് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ VP മേനോന്റെ പുസ്തകമൊക്കെ പറഞ്ഞു തന്നില്ലേ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്